നസർ, കഴിഞ്ഞ ദിവസം മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന ഒരു ചെറിയ വാർത്ത ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിക്കുകയും വായിച്ചു കേൾപ്പിക്കുകയും ചെയ്യാം. ഇതാ ഞങ്ങളുടെ മാവേലി. കുടവയറുള്ള മാവേലിയെ വേണ്ടെന്ന് പ്രമേയം. മാവേലിക്ക് കൊമ്പൻ മീശയും കുടവയറും ഉണ്ടക്കണ്ണുമുണ്ടെന്ന് ആരാ പറഞ്ഞത്? ഈ ഓണക്കാലത്ത് അമ്മാതിരി മാവേലിയെ മാറ്റിപ്പിടിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൊല്ലം ജില്ലയിലെ ചവറ ബ്ലോക്ക് പഞ്ചായത്ത്. കൊണ്ടോടിയിൽ മണികണ്ഠൻ എന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അവതരിപ്പിച്ച പ്രമേയം കമ്മിറ്റി ഒറ്റക്കെട്ടായി പാസാക്കി സർക്കാരിന് കൈമാറി. ലഭ്യമായ ഗ്രന്ഥങ്ങളിലെ മഹാബലി പരാമർശങ്ങളിൽ മഹാബലിക്ക് കുടവയറോ ഉണ്ടക്കണ്ണോ കൊമ്പൻ മീശയോ ഉള്ളതായി സൂചനയില്ലെന്നാണ് വാദം. അതുകൊണ്ട് സർക്കാർ പരിപാടികളിൽ പുതിയ ശരീരഭാഷയുള്ള മാവേലി അവതരിപ്പിക്കണമെന്നും ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനുള്ള പരിപാടികൾ സംഘടിപ്പിക്കണമെന്നുമാണ് അഭ്യർത്ഥന. ഈ വാർത്ത നമ്മൾ ആരും ചർച്ച ചെയ്തില്ല, നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ഉചിതം. ഉള്ളത് പറയാമല്ലോ. ഈ വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പാലക്കാട് അട്ടപ്പാടിയിലെ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ സാരംഗിൻ്റെ സാരഥികളായ ഗോപാലകൃഷ്ണൻ മാഷും വിജയലക്ഷ്മി ടീച്ചറും അറിയിക്കുമ്പോഴാണ്. വിജയലക്ഷ്മി ടീച്ചർ എനിക്ക് വാട്സാപ്പിൽ ഇങ്ങനെയൊരു സന്ദേശം അയച്ചു. ഇതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് തോന്നി ഷാജ. കൂടുതൽ പേർ ഇത് കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ നാശിച്ചു പോകുന്നു. അതിനൊരു വഴിയൊരുക്കാൻ ഷാജിന് കഴിയും എന്ന് പ്രതീക്ഷിക്കട്ടെ. ഓണക്കാലമായില്ലേ, കുടവയറിനെയും കൊണ്ട് പരസ്യങ്ങൾ നിറയും. കുട്ടികളുടെ വരെ മനസ്സിൽ കുടവയറൻ ഇതിനകം ഇടം പിടിച്ചു കഴിഞ്ഞ് കാണും. എങ്കിലും ഒരു ശ്രമം, എന്തെങ്കിലും ഇതൊക്കെ ഒന്ന് മാറണ്ടേ? വി ഡി സതീശൻ ഒരു പരിവർത്തന പ്രിയനായതുകൊണ്ട് പല നല്ല മാറ്റങ്ങളും പ്രതീക്ഷിക്കുമെന്ന് തോന്നുന്നു. ഞങ്ങൾ ആദ്യമായാണ് ഏതെങ്കിലും ഒരു നേതാവിൽ ശരിയായ നേതാവിന് ഉണ്ടായിരിക്കേണ്ടതായ ഇത്രയെങ്കിലും ഗുണഗണങ്ങൾ കാണുന്നത്. ഇക്കാര്യത്തിലൊരു പ്രതീക്ഷയുണ്ടായത് അതുകൊണ്ടാണ്. എന്നിട്ട് വിജയലക്ഷ്മി ടീച്ചറെ പത്രക്കുറിപ്പ് അയച്ചു തന്നിട്ട് ഗോപാലകൃഷ്ണൻ എഴുതിയ ഒരു ചെറിയ ഫേസ്ബുക്ക് പോസ്റ്റും എനിക്ക് അയച്ചു തന്നു. ഈ മാവേലിയെ ഞങ്ങൾ സ്വപ്നം കണ്ടു തുടങ്ങിയിട്ട് കാലം എത്രയോ ആയി. 10-12 വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ആകാശവാണിയിൽ ഇത് സുഭാഷിതങ്ങളിൽ വന്നിരുന്നു. പിന്നീട് മക്കൾ ഇത് ഡിജിറ്റൽ രൂപത്തിലാക്കി. ഇന്നിത് പത്രത്തിൽ കണ്ടപ്പോൾ അതിയായ സന്തോഷം തോന്നി. ഒപ്പം ഇത് ഒരു പ്രമേയമാക്കി പാസ്സാക്കിയെടുക്കുകയും അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്ത ചവറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ കൊണ്ടോടിയിൽ മണികണ്ഠനും അതിന് പിന്തുണ നൽകിയ സഹപ്രവർത്തകർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഓണത്തിന് ഇനി 1 മാസം പോലും ബാക്കിയില്ലാത്തതുകൊണ്ട് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി ഇത് ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കുടവയറ് എന്ന് പറയുന്നത് അനാരോഗ്യകരമായ ഒരു സന്ദേശമാണ്. ആരോഗ്യമുള്ള ഒരു ശരീരമാണ് തലമുറയ്ക്ക് മാതൃകയായി വരേണ്ടത്. ആരോഗ്യമില്ലാത്ത കുടവയറുള്ള ഒരാൾക്ക് ഒരിക്കലും നാടിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. മാവേലി സർവൈശ്വര്യത്തിൻ്റെയും പ്രതീകമാണ്. പണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാ സാധാരണക്കാരൻ്റെയും കണ്ണീര് തുടച്ചിരുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ വിശ്വാസം. ആ ഭരണാധികാരിയെ ഓർക്കാൻ വേണ്ടി നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ കുഴിമടിയനായ പണിയെടുത്ത് ജീവിക്കാത്ത ഒരാളെ നമ്മൾ എന്തിനാണ് ആ മാവേലിയെ ചിത്രീകരിക്കുന്നത്? നമുക്ക് ഈ ഓണക്കാലം മുതൽ മാവേലിയുടെ രൂപത്തിൽ മാറ്റം വരുത്താം. ആരോഗ്യമുള്ള അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രതീകമായി മാവേലിയെ മാറ്റിയെടുക്കണം. വി ഡി സതീശൻ എന്ന പരിവർത്തനവാദിയായ മുഖ്യമന്ത്രി അതിന് മുൻകൈയെടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് 10-12 വർഷം മുമ്പ് തൃശ്ശൂർ ആകാശവാണിയിൽ സാരംഗ് ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രഭാഷണം ദയവായി കേൾക്കുക. മാവേലി ഒരു തടിമാടനായിരുന്നു. കുടവയറിനും തീറ്റപ്രിയനുമായിരുന്നു. സർവാഭരണ വിഭൂഷിതനായൊരു സുഖലോലുപനായിരുന്നു. തടിയും കുടവയറും സുഖലോലുപതയുമുള്ള ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ സുഖമായി കഴിയുന്നൊരു ലോകമുണ്ടാക്കാനാവുമോ? രാജ്യത്തെ കള്ളവും ചതിയും തുടച്ചു നീക്കാനാവുമോ? ലക്ഷ്യബോധത്തോടെ രാപകൽ പണിയെടുക്കുന്ന ഒരു ഭരണാധികാരിക്ക് മാത്രമേ അതിന് കഴിയൂ. അങ്ങനെ ഒരു ഭരണാധികാരി നേരെ ചൊവ്വെ ഉറങ്ങുമോ? നേരാനേരങ്ങളിൽ ഭക്ഷണം കഴിക്കുമോ? നേരാനേരങ്ങളിൽ ഊണും ഉറക്കവുമില്ലാതെ പണിയെടുക്കുന്ന ഏതെങ്കിലും വ്യക്തിക്ക് തടിയും കുടവയറും വയ്ക്കുമോ? മാവേലി തമ്പുരാനെ വാഴ്ത്തിപ്പാടിയതുപോലെ മറ്റൊരു തമ്പുരാനെയും മലയാളി വാഴ്ത്തിപ്പാടിയിട്ടില്ല. തനി നാടൻ ശീലിലും നാട്ടുവർത്താനത്തിൻ്റെ ലാളിത്യത്തിലുമാണ് മാവേലിപ്പാട്ടുകൾ. അതിലെല്ലാം തുളുമ്പി നിൽക്കുന്നത് നാട്ടുകാരുടെ ആത്മവെളിച്ചമാണ്. അവർ മാവേലി തമ്പുരാനെ തങ്ങളുടെ ആത്മാവോളം സ്നേഹിച്ചു. എങ്ങനെ സ്നേഹിക്കാതിരിക്കും? മാവേലി തമ്പുരാൻ ഒരു കൊട്ടാരവാസി ആയിരുന്നില്ലല്ലോ. അദ്ദേഹം സിംഹാസനത്തിൽ ഇരുന്നിട്ടേയില്ല. സിംഹാസനത്തിൽ മണ്ണുകൊണ്ടുള്ള ഒരു ചതുരശില്പം അദ്ദേഹം നാട്ടിവയ്പ്പിച്ചു. 1.5 ചാൺ നീളമുള്ളതും
മുകളറ്റം കൂർത്തു വരുന്നതുമായൊരു ചതുരസ്തൂപം. അദ്ദേഹം പ്രച്ഛന്നവേഷത്തിൽ നടക്കൂ. അദ്ദേഹത്തെ ശരീരൂപത്തിൽ കണ്ടവരാരുമില്ല. നാടുനീളെ അലഞ്ഞു നടക്കും. വിശന്നാൽ ഏത് വീട്ടിലും കയറി ഭക്ഷണം ചോദിക്കും. അത് കഴിച്ചുകൊണ്ട് നാട്ടുവർത്താനം പറഞ്ഞിരുന്ന് നാടിൻ്റെ അവസ്ഥ നേരിട്ട് മനസ്സിലാക്കും. കള്ളന്മാരെയും കൈക്കൂലിക്കാരെയും തെമ്മാടികളെയും നോട്ടമിട്ട് വയ്ക്കും. അവരെ ഒതുക്കത്തിൽ പിടികൂടും. തക്ക ശിക്ഷയും ചൂടോടെ കൊടുത്തിരിക്കും. അങ്ങനെയാണ് മാവേലി തമ്പുരാൻ കള്ളവും ചതിവുമില്ലാത്തൊരു രാജ്യം കെട്ടിപ്പടുത്തത്. സത്യസന്ധരായ സാധാരണക്കാർക്ക് സന്തോഷമായിരുന്നു. നാട്ടിലെ കൃഷിഭൂമികളും തൊഴിൽ മേഖലകളും സന്തോഷത്തിലായിരുന്നു. മാവേലി തമ്പുരാനെക്കുറിച്ച് നാട്ടുകാർ മനം നിറഞ്ഞു പാടി. നാട് മുഴുവൻ മാവേലിപ്പാട്ടുകൾ ഒഴുകി നടന്നു. ധാന്യപ്പുരകൾ നിറഞ്ഞിട്ടും അവർ കതകടച്ചില്ല. അവരുടെ വീടുകളിലെ കതകുകൾ മലർക്ക തുറന്നിട്ടുകൊണ്ട് തന്നെ അവർ ഉല്ലാസയാത്രകൾ നടത്തി. വഴിയിൽ വീണുപോയ സാധനങ്ങൾ ആരും എടുക്കാതെ വഴിയിൽ തന്നെ കിടക്കും. ഉടമസ്ഥനല്ലാതെ മറ്റാർക്കും അതെടുക്കാനുള്ള ധൈര്യമില്ല. അങ്ങനത്തെ ഒരു നാട്ടിൽ എന്തിനു കതക്? എങ്കിലും മാവേലി നാട്ടിലുള്ളവർക്ക് ഒരു സങ്കടം ബാക്കി നിന്നിരുന്നു. തങ്ങളുടെ തമ്പുരാനെ ഒന്ന് നേരിട്ട് കാണണം. കൊട്ടാരത്തിൽ കയറാതെ സിംഹാസനത്തിലിരിക്കാതെ അലഞ്ഞു തിരിയുന്ന ആ പ്രച്ഛന്ന വേഷക്കാരനെ അങ്ങനെ ഇങ്ങനെയൊന്നും കാണാൻ കിട്ടുകയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ കാത്തിരുന്നു. അവരുടെ വീട്ടിൽ എന്നെങ്കിലും മാവേലി തമ്പുരാൻ എഴുന്നള്ളുമെന്ന് ആശിച്ചു. അതിനായി അവരുടെ വീടുകളിൽ ഒരു മുറി ഒഴിവാക്കി. അവിടെ അവരൊരു ചെറിയ പീഠം ഒരുക്കി വച്ചു. പീഠത്തിന് മുകളിൽ മാവേലി മന്നൻ്റെ സിംഹാസനത്തിലെ മൺശില്പം പോലെ ഒരു മൺശില്പം നാട്ടി നിർത്തി. പീഠത്തിന് മുന്നിൽ ഒരു കിടാവിളക്ക് കൊളുത്തിവെച്ചു. കിടാവിളക്കിന് മുന്നിൽ ഒരില ചോറ് അല്ലെങ്കിൽ ഒരിലയട അവർ ഒരുക്കി വച്ചു. വഴിയിലൂടെ അലഞ്ഞു നടക്കുന്ന അപരിചിതരെ അവർ കാത്തിരുന്നു. പ്രച്ഛന്നവേഷത്തിൽ നടന്നു പോകുന്ന വഴിപോക്കനെ ക്ഷണിച്ചു വരുത്തി കാൽ കഴുകിച്ച് ഉപചാരപൂർവ്വം ഭക്ഷണം കൊടുത്ത് ഉപഹാരങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിച്ചു വിടാൻ അവർ കാത്തിരുന്നു. പക്ഷേ മാവേലി നാട്ടിൽ വഴിപോക്കന് ഭക്ഷണമില്ലാതെ അലഞ്ഞു നടക്കേണ്ടതില്ലല്ലോ. ആ കാത്തിരിപ്പ് നീണ്ടുപോയി. അവരുടെ അറയിലെ കിടാവിളക്കും പീഠവും പീഠത്തിലെ മൺശില്പവും ഒരിലച്ചോറും അല്ലെങ്കിൽ ഒരിലയും ഇന്നും മാവേലിക്കായി അവർ കാത്തുവയ്ക്കുന്നു. കള്ളനും കൊള്ളരുതാത്തവനും മാവേലി നാട്ടിൽ അഴിഞ്ഞാടി തുടങ്ങിയിട്ട് കാലമേറെയായി. മലയാളി മാവേലി മന്നനെ ഒരു കിടാവിളക്കും ഒരിലച്ചോറും ഒരിലയടയുമായി കാത്തിരിക്കുന്നു. ആ പ്രച്ഛന്ന വേഷക്കാരൻ ഇനിയും വരില്ലെന്നുണ്ടോ?